മല്ലപ്പള്ളിയിൽ വീണ്ടും പള്ളി സെമിത്തേരിയിലെ കല്ലറയ്ക്ക് മുകളിലെ ഗ്രാനൈറ്റ് സ്ലാബ് മോഷ്ടിച്ചു. മല്ലപ്പള്ളി മാർത്തോമ പള്ളി സെമിത്തേരിയിലെ കല്ലറയിലെ സ്ലാബാണ് മോഷ്ടിച്ചത്. മല്ലപ്പള്ളി മങ്കുഴിപ്പടി പള്ളി സെമിത്തേരിയിലും ഗ്രാനൈറ്റ് സ്ലാബ് മോഷണം പോയിരുന്നു. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, ഇതിപ്പോൾ കല്ലറയിലെ ഗ്രാനൈറ്റ് സ്ലാബൊക്കെ മോഷ്ടിക്കാൻ ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇതിലെ കൗതുകകരം. മറ്റൊരു കാര്യം, പോലീസ് അന്വേഷണം ആരംഭിച്ചോ? എന്തൊക്കെയാണ് നടപടികൾ? ലിനിഷ, അങ്ങനെ തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള മോഷണമാണ് കഴിഞ്ഞ 2 ദിവസമായി മല്ലശ്ശേരിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പള്ളിയുടെ സെമിത്തേരിയിൽ നിന്നും ഈ ഗ്രാനൈറ്റ് മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു കല്ലറയുടെ. സമാനമായ തരത്തിലാണ് ഇന്നും കീഴ്വായൂർ പോലീസിൽ മറ്റൊരു പരാതി ലഭിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന പള്ളിയുടെ സെമിത്തേരിയുടെയും ഈ സമാനമായ തരത്തിൽ സ്ലാബ് മോഷണം പോയിരിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ കല്ലറയുടെ ഏകദേശം 6 അടിയോളം നീളമുള്ള ഈ സ്ലാബാണ് ഇവിടെ മോഷണം പോയിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഈ പള്ളിയിലെ ആയിരിക്കും ആദ്യം മോഷണം പോയിട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇവിടെയെല്ലാം ഈ സ്ലാബ് എടുത്ത് മാറ്റിയ ഭാഗത്തെല്ലാം തന്നെ പോച്ച കിളിച്ച് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ദിവസങ്ങളായി ഇവിടെ നിന്നും ഈ സ്ലാബ് പോയിട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാസത്തിൽ 2 തവണ മാത്രമാണ് ഈ പള്ളിയിൽ പ്രാർത്ഥനയുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് മെനഞ്ഞാന്നാണ് ഇത്തരത്തിൽ ഇവിടെ പ്രാർത്ഥന അവസാനമായി ഉണ്ടായിരുന്നത്. ആ സമയമാണ് ഇത്തരത്തിൽ മോഷണം പോയ ഈ സ്ലാബ് ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പള്ളിയുടെ അധികൃതർ അറിയുന്നത്. അവർ ഇന്ന് കീഴ്വായൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ 2 പരാതിയാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മോഷണം, അതിൽ അന്വേഷണം നടന്നു വരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പരാതി കൂടി പോലീസിന് ലഭിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും, ഈ ഭാഗത്ത് CCTVയോ മറ്റോ ഒന്നും തന്നെ ഇല്ല. ഈ പള്ളിയുടെ നേരെ എതിർവശമുള്ളത് ഒരു ക്രഷർ യൂണിറ്റ് ആണ്. അവിടെ CCTV ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ പള്ളിയുടെ പുറകുവശത്തെല്ലാം തന്നെ കാട് കയറി കിടക്കുന്ന ഒരു നിലയാണുള്ളത്. വീടുകളോ അത്തരത്തിലുള്ള തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ അങ്ങനെ ഇല്ല. ആളുകൾ വലിയ തരത്തിലേക്ക് ഈ ഭാഗത്തേക്ക് വരുന്ന ഒരു സ്ഥലം കൂടിയല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഈ പുറകു ഭാഗത്ത് നിന്നും കയറി വന്ന് ഇവിടെ നിന്നും ഈ സ്ലാബ് ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ടാകാനാണ് സാധ്യത എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു വരികയാണ്. ഈ ഭാഗത്ത് CCTV ഇല്ല എന്നത് വലിയ പ്രതിസന്ധിയാണ് പോലീസിന്. കഴിഞ്ഞ ദിവസം മോഷണം പോയ പള്ളിയുടെയും സെമിത്തേരിയുടെ ഭാഗത്ത് CCTV ഉണ്ടായിരുന്നില്ല. ഈ പള്ളിയിൽ 2 ദിവസമാണ് മാസത്തിൽ പ്രാർത്ഥനയ്ക്കായി ആളുകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഈ പള്ളിയിൽ നിന്നും ഈ സ്ലാബ് മോഷണം പോയ വിവരം അറിയുന്നത്. എന്തായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. വളരെ വേഗം തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന് വലിയ വിലയുള്ള സ്ലാബാണ് എന്ന് കരുതുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഏകദേശം 10,000 രൂപയിൽ താഴെ മാത്രം, 6,000 7,000 രൂപ മാത്രമായിരിക്കും ഈ സ്ലാബിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാനുള്ള വിലയുള്ള സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസം പോയ സ്ലാബിന് അത്യാവശ്യം കുറച്ചുകൂടി വിലയുള്ളതാണ് എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ സ്ലാബ് മോഷണം ഇപ്പോൾ മല്ലപ്പള്ളിയിൽ കേന്ദ്രീകരിച്ച് തുടർച്ചയായ 2ാം ദിവസമാണ് പരാതി ലഭിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു മോഷണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുകയാണ്. വളരെ വേഗം തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ലിനിഷ. ശരി, നന്ദി ശ്രീരാജ് ബാബു വിവരങ്ങൾക്ക്.